കുണ്ട്ര YWCAയുടെ സിൽവർ ജൂബിലി ഇനാഗ്രേഷൻ ധന്യമാക്കുവാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. YWCA എന്നത് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സംരക്ഷണത്തിനും ഉന്നമനത്തിനും നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. കുണ്ട്ര YWCA ആരംഭിക്കുന്നത് 2001 കാലഘട്ടത്തിലാണ്. 25 വർഷത്തെ പ്രയാണത്തിൽ നമ്മൾക്ക് ഉയരാൻ കഴിഞ്ഞത് കഴിവുറ്റവരായ മുതിർന്ന അംഗങ്ങളുടെ പ്രയത്നഫലം കൊണ്ടാണ്. തുടക്കം മുതൽ ഇന്ന് വരെ എല്ലാ പ്രോഗ്രാംസും എല്ലാ പ്രോജക്ട്സും നടത്തിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ YWCAയുടെ നിർദ്ദേശപ്രകാരമാണ്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠ വൈദികരെ, മാന്യ വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളട്ടെ. സ്ത്രീകളുടെ സർവ്വതോന്മുഖമായ ഉന്നമനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് YWCA. ക്രിസ്തുവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ചൂഷണത്തിനും പീഡനത്തിനും എതിരായി പോരാടുവാൻ ജാതി മതഭേദമന്യേ അവരെ ശക്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന YWCA പ്രവർത്തിക്കുന്നു. ഒരു YWCAയുടെ സ്ഥാപിതമാകണമെന്നത് കുണ്ട്ര പ്രദേശത്തെ സ്ത്രീകളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. ഈ ആഗ്രഹം 2001 ജനുവരി മാസത്തിൽ നടന്ന YMCA കുടുംബ സംഗമത്തിൽ ശ്രീമതി അച്ചാമ്മ ഫിലിപ്പോസ് അവതരിപ്പിച്ചു. YMCA ഭാരവാഹികളും അന്ന് കൂടിയിരുന്ന ഏവരും ഇതിന് ഹാർദമായ പിന്തുണ നൽകുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി 2001 ഫെബ്രുവരി 24 അന്നത്തെ YMCA പ്രസിഡന്റായിരുന്ന പരേതനായ N. തോമസ് പണിക്കരുടെ അധ്യക്ഷതയിലും ശ്രീ ബിനിൽ K. പണിക്കർ, MG ഫിലിപ്പോസ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലും താല്പര്യമുള്ള 13 സ്ത്രീകൾ ഒന്നിച്ച് YMCA ഹാളിൽ ഒത്തുകൂടി. ഇതായിരുന്നു YWCAയുടെ ആദ്യ മീറ്റിംഗ്. ലോകവ്യാപകമായി സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി 1800കളുടെ അവസാന കാലം മുതൽ പ്രവർത്തിച്ചു വരുന്ന YWCA ലോകത്തെ 100-ലധികം രാജ്യങ്ങളിൽ ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും ബഹുമാനിയായ നാഷണൽ വൈസ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്, വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ പ്രയാസം അനുഭവിക്കുന്ന അവിടുത്തെ ജനസമൂഹത്തിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും അവിടെ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരും സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സമുദായ നേതാക്കന്മാരും എല്ലാവരും അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അവിടെ YWCAയുടെ നേതൃത്വത്തിൽ ഒരു വിപുലമായ കമ്മ്യൂണിറ്റി ഹാള് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ അവിടെ ആരംഭിച്ചു എന്ന് എന്നോടിപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ നിരന്തരമായി സമൂഹത്തിൽ ഇടപെടുന്ന, സമൂഹത്തിൻ്റെ നമ്മുടെ സഹായം ആവശ്യപ്പെടുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടായി കുണ്ട്രയുടെ സാമൂഹ്യ മണ്ഡലത്തിൽ YWCA വിവിധ കാലഘട്ടങ്ങളിൽ 25 വർഷക്കാലം ഒരുപാട് ആളുകൾ ഇതിൻ്റെ ചുമതലയിലുണ്ടായിരുന്നു. അവരെല്ലാം വലിയ
ഉത്തരവാദിത്തത്തോടുകൂടി അവരുടെ ചുമതല നിർവഹിച്ചു. 25 വർഷം പൂർത്തിയാവുകയാണ്. കുണ്ടറ YMCAയും ഞാൻ ജോർജ് ജോസ് സാറിനോട് ചോദിക്കുകയായിരുന്നു. ഇപ്പോൾ 47 വർഷം പൂർത്തിയാവുകയാണ്. 3 വർഷം കഴിയുമ്പോൾ കുണ്ടറ YMCA പിന്നെ 50 വർഷത്തിൻ്റെ ആഘോഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത്. അപ്പോൾ YMCAയുടെ എല്ലാ പിന്തുണയും ഈ YWCAയുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ആദ്യമേ തന്നെ എനിക്ക് ഈ ഒരു കുണ്ടറ YWCAയുടെ ഈ സിൽവർ ജൂബിലിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പിങ്ക് ആൻഡ് പീച്ച് കളറിൽ ഇങ്ങനെ ഭംഗിയായിട്ട് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ സഹോദരികളെ എല്ലാം കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 25 വർഷം പൂർത്തിയാക്കിയ ആ ഒരു സന്തോഷത്തിലാണ്, അത് ആഘോഷിക്കാനാണ് നിങ്ങൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിപ്പോർട്ട് ഇപ്പം വായിച്ച് കേട്ടു. ഒരുപാട് കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരുപാട് തീം ബേസ്ഡ് ഒത്തിരി പ്രവൃത്തികളും ഒത്തിരി പ്രോജക്ട്സും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ റീസെൻ്റായിട്ട് ഈ ജൂബിലിയോടനുബന്ധിച്ച് തന്നെ നിങ്ങൾ ഒരു വീടിൻ്റെ താക്കോൽ ദാനം അത് ഇപ്പം നമ്മളിവിടെ നിർവഹിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി, ഈ ഒരു വർഷക്കാലം അടുത്ത ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ആ ഒരു സെലിബ്രേഷൻ എൻഡ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾ കുറേ അധികം പ്രോജക്ട്സ് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ കൺമുമ്പിലുണ്ട് എന്ന് ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളുന്നു, എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേർന്നുകൊള്ളുന്നു.